ഗായികയായും ജയലളിത കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിരവധി ചിത്രങ്ങളിൽ പിന്നണി ഗായികയായി ജയലളിത പാടിയ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇതിനിടെ അവാർഡുകളും ജയലളിതയെ തേടിയെത്തി. 1972 തമിഴിലെയും തെലുങ്കിലെയും മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം ജയലളിതയ്ക്കായിരുന്നു. 1973 മികച്ച നടിയായി ഫിലിംഫെയർ ജയലളിതയെ ആദരിച്ചു. നിരവധി ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങളും ജയലളിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. MGR ആയിരുന്നു ജയലളിതയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വ്യക്തി. തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും അവർ കമിതാക്കളായിരുന്നു. അണ്ണാ DMKയിലേക്ക് ജയലളിതയെ കൊണ്ടുവന്നത് MGR ആണ്. 1980 പുറത്തിറങ്ങിയ നദിയെ തേടി വന്ന കടൽ ജയലളിതയുടെ ഏറ്റവും അവസാന ചിത്രമായിരുന്നു. പിന്നീട് അവർക്ക് കാലം മാറ്റിവെച്ചത് രാഷ്ട്രീയക്കാരുടെ വേഷമായിരുന്നു. ഗ്ലാമർ നടിയിൽ നിന്നും താരരാജാവിന്റെ കാമുകിയായി ഒരു സംസ്ഥാനത്തിന്റെ വിധി തന്നെ മാറ്റിയെഴുതുന്ന ഭരണാധികാരിയായി ജയലളിത മാറുകയായിരുന്നു. 1981 രാജ്യസഭാ MP ആയിട്ടാണ് ജയലളിത അധികാര മേഖലയിൽ പ്രവേശിക്കുന്നത്. ജയലളിതയെ കൈപിടിച്ച് നടത്തിയതും പാർട്ടി അണികൾക്കിടയിൽ സാന്നിധ്യമാക്കിയതും MGR ആണ്. ജയലളിത ആദ്യകാലങ്ങളിൽ അണികളിൽ നിന്നും വലിയ ബഹുമാനം കിട്ടിയിരുന്നില്ല. ഒരിക്കൽ MGR പുറത്തിറക്കിയ കർശന നിർദ്ദേശമാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം. MGRന്റെ വാക്കുകളോടുള്ള ഭയം നിമിത്തം തമിഴൻ ജയലളിതയ്ക്ക് മുമ്പിൽ കൈകൂപ്പി. കാലം കുറെ കഴിഞ്ഞപ്പോൾ തൊട്ടു വന്ദിച്ചു. പിന്നെ സാഷ്ടാംഗം പ്രണമിച്ചു. 1987 MGR മരിച്ചു. ഇത് AIADMKയിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചെറുതായിരുന്നു. പാർട്ടിയെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ രണ്ടായിരുന്നു. ഒന്ന് MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ, 2 ജയലളിത. പക്ഷേ ഒടുവിൽ വിജയിച്ചത് ജയലളിത. സിനിമാ ലോകത്തെ വെട്ടിപ്പിടിച്ച ജയലളിതയുടെ ബുദ്ധികൂർമ്മതയ്ക്ക് അധികാരത്തിന്റെ താഴ്വരകളിൽ മേധാവിത്വം ഉറപ്പിക്കാൻ പണിപ്പെടേണ്ടി വന്നില്ല. ജയലളിത AIADMKയുടെ ചോദ്യം ചെയ്യാനാകാത്ത നേതാവായി. 1989 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ തമിഴ്നാടിന്റെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവായി. 1991 രാജീവ് ഗാന്ധി വധത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. കോൺഗ്രസുമായി ഉണ്ടാക്കിയ സഖ്യം AIADMK ചെറിയ നേട്ടമൊന്നുമല്ല ഉണ്ടാക്കിയത്. തമിഴ്നാട് AIADMK തൂത്തുവാരി. ജയലളിത തമിഴ്നാടിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി. My endeavor has been to it that in the representation is given to all regions, all districts of the state, all religions, all castes and communities. ഈ പദവിയിൽ അധികാരകാലവും ഭരിക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയും അവർ തന്നെയായി. MGR ആണ് ജയലളിതയെ ആദ്യമായി പുരട്ചി തലവി അഥവാ വിപ്ലവങ്ങളുടെ നേതാവ് എന്ന് സംബോധന ചെയ്തത്. പുരട്ചി തലവി തമിഴ് അമ്മയായി മാറി. ഒരു കാലത്ത് അവരുടെ ചിത്രങ്ങളെ വികാര വായ്പോടെ നോക്കി നിന്നവർ ജയലളിതയുടെ മറ്റൊരു ചിത്രത്തെ പൂജാമുറിയിൽ സ്ഥാപിച്ചു. തൊട്ടുവണങ്ങി, ആരാധിച്ചു, പൂജിച്ചു. ഒരു ഗ്ലാമർ നടിയിൽ നിന്നും അധികാര കസേരയിലേക്കും ആരാധനയുടെ പൂജാമുറിയിലേക്കും ജയലളിതയ്ക്ക് താണ്ടേണ്ടി വന്ന ദൂരം കേവലം 11 വർഷം മാത്രം. എന്നാൽ അധികാരത്തിന്റെ മധുരം ഏറെയൊന്നും അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. 1996 നടന്ന തെരഞ്ഞെടുപ്പിൽ AIADMK അടിതെറ്റി. അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും ബർഗൂറിൽ മത്സരിച്ച ജയലളിതയെ വീഴ്ത്തി. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയും ശക്തിയും ഉണ്ടായിട്ടും പലപ്പോഴും ജയലളിതയെ DMK അപമാനിച്ചിരുന്നു. സഭയിൽ ജയലളിതയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഒരിക്കൽ കരുണാനിധി പറഞ്ഞത് തെലുങ്ക് നടൻ ബാബുവിനോട് ചോദിക്കുമെന്നാണ്. പഴയ ഗ്ലാമർ നടിയുടെ ഭൂതകാലത്തെ ഇടയ്ക്കെങ്കിലും ചുരണ്ടി പുറത്തു കൊണ്ടുവന്നിരുന്നു DMKയും കരുണാനിധിയും. അധികാരത്തോടൊപ്പം ജയലളിതയുടെ അഹങ്കാരവും വളർന്നു. പാദസേവ നടത്തിയെ അവഗണിച്ചു, അപമാനിച്ചു. ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന പത്രക്കാരെ നാണം കെടുത്തി, ഭീഷണിപ്പെടുത്തി. തലനരച്ചവർ പോലും തന്റെ കാൽ തൊട്ട് വന്ദിക്കണമെന്ന് നിർബന്ധം പിടിച്ചു.
ജീവിക്കുന്ന ആൾദൈവമായി അവർ സ്വയം മാറി. ആരാധനവും രക്തത്തിന് നിറത്തിൽ കലർന്ന പാവം തമിഴ് ജനത ജയലളിതയ്ക്ക് മുമ്പിൽ കളിപ്പാട്ടങ്ങളായി. ആ കാലഘട്ടത്തിൽ ജയലളിതയുടെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴകൾ വാസ്തവത്തിൽ ആ പാകപ്പിഴകൾക്ക് അവർ വൻ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത്. അവരുടെ നേർക്ക് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അവരുടെ വളർത്ത് മകൻ്റെ, അവരുടെ ഉറ്റതോഴിയായ ശശികലയുടെ മരുമകൻ സുധാകരൻ്റെ വിവാഹം വലിയ ആർഭാടത്തോടു കൂടി ചെന്നൈയിൽ കൊണ്ടാടിയത്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് 96-ൽ ജയലളിതയ്ക്ക് ജനങ്ങൾ ഒരു വലിയ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. 800-ലധികം വിലയേറിയ പാദരക്ഷകളായിരുന്നു ജയലളിതയുടെ വസതിയിൽ നിന്നും കണ്ടെടുത്തത്. ഓഡിറ്റിംഗിന് വന്ന ഓഫീസറുടെ മുഖത്ത് തോഴി ശശികല ചെരുപ്പ് കൊണ്ടടിച്ചതും വലിയ വിവാദം. സിവിൽ, ക്രിമിനൽ കേസുകളും വിശ്വാസവഞ്ചനാ കുറ്റവും ജയലളിതയെ ശ്വാസം മുട്ടിച്ചു. 2001-ൽ പ്രത്യേക കോടതി ജയലളിതയെ 5 വർഷം തടവിച്ചു. DMK-യുടെ പ്രതികാര പോരാട്ടങ്ങൾ ജയലളിതയെ തകർത്തു. തടവ് ശിക്ഷയ്ക്കെതിരെ ജയലളിത സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതിനിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ AIADMK ശക്തമായി തിരിച്ചുവന്നു. എന്നാൽ ഇവിടെയും നിയമം ജയലളിതയ്ക്ക് ചങ്ങലയായി. അഴിമതി കുറ്റത്തിന് ജയിൽ ശിക്ഷ വിധിച്ച ഒരു വ്യക്തി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് ജയലളിതയുടെ പാദസേവകനായ O. പനീർശെൽവം തമിഴ്നാടിന്റെ അധികാര കസേരയിലെത്തി. ജയലളിതയുടെ ജോലിക്കാരൻ മാത്രമായിരുന്നു പനീർശെൽവമെന്ന് മാധ്യമങ്ങൾ ഒന്നടങ്കം വിമർശിച്ചു. 2003-ൽ സുപ്രീം കോടതി ജയലളിതയെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തയാക്കി. തുടർന്ന് അധികാരം തിരിച്ചു വന്ന ജയലളിത പ്രതികാരം വീട്ടുകയായിരുന്നു. കരുണാനിധിയെ കിടപ്പറയിൽ നിന്നും രാത്രി പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ജയലളിതയെ വിമർശിച്ച ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെ തമിഴ്നാട്ടിലെ സ്ത്രീകൾ ഒന്നടങ്കം മുന്നോട്ട് വന്നു. ജയലളിതയെ അനുസരിക്കാത്ത IAS ഓഫീസർ ചന്ദ്രലേഖയുടെ മുഖത്ത് ഗുണ്ടകൾ ആസിഡ് ഒഴിച്ചു. കാഞ്ചീപുരം മഠത്തിൽ ജയേന്ദ്ര സരസ്വതിക്ക് വരെ ജയലളിതയുടെ അപ്രീതിയുടെ ഫലം അനുഭവിക്കേണ്ടി വന്നു. ജയേന്ദ്ര സരസ്വതിയെ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യിച്ചു. ജയലളിതയുടെ അധികാര വിളയാട്ടത്തിൽ തമിഴ്നാട് വിറച്ചു. അധികാരക്കുതിയും അത്യാഗ്രഹവും ദുരയും പൂണ്ട ജയലളിതയുടെ മറ്റൊരു മുഖം ലോകം കണ്ടു. പക്ഷേ ഇതിനും തിരിച്ചടി ശക്തമായിരുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ AIADMK തോറ്റു. പിന്നീട് കുറെ കാലം ജയലളിത നിശബ്ദയായിരുന്നു. O. പനീർശെൽവം പ്രതിപക്ഷ നേതാവായി. DMK ജയലളിതയ്ക്കെതിരെ പല കേസുകളും കുത്തിപ്പൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ജയലളിത സഭയിൽ വരുന്നത് പോലും അപൂർവമായി. AIADMK-യുടെ MLA-മാരെ സസ്പെൻഡ് മാത്രമാണ് ജയലളിത സഭയിൽ വരാൻ തുടങ്ങിയത്. ഇതിനിടെ രാഷ്ട്രീയ സഖ്യങ്ങൾ മാറി. കോൺഗ്രസും DMK-യും സഖ്യകക്ഷികളായി. AIADMK ഇടതുപക്ഷത്തെ കൂടെ കൂട്ടി. തമിഴ്നാട്ടിലും കേന്ദ്രത്തിലും DMK-യുടെ അധികാരകാലമായിരുന്നു അത്. പക്ഷേ ജയലളിതയ്ക്ക് ഉറപ്പായിരുന്നു തന്റെ തിരിച്ചുവരവ് ഏറെ ദൂരെയല്ലെന്ന്.